ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതുപോലെ ഒരു വാടക വീട്ടിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. എന്നിട്ടും ഞങ്ങൾ ആരും തളർന്നില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിനെ ആകെ കടപുഴക്കി എറിഞ്ഞത് അർച്ചനയുടെ ഇറങ്ങിപ്പോക്കായിരുന്നു. എനിക്കെതിരെ പോലീസ് ബ്രൂട്ടാലിറ്റി എന്ന് പറഞ്ഞ് വാദിച്ചാൽ പിന്നെ നാളെ നിന്നെ പോറ്റാൻ എനിക്ക് വേറെ ജോലിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിനക്ക് മാത്രമേ ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. രാജീവേട്ടൻ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. ഹോസ്പിറ്റലിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്തതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അത് മാച്ച് കളയണം. നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. രാജീവേട്ടിന് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. ശരി, ഞാനത് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. മാഡം, ഈ ബില്ലൊന്ന് അടച്ചേക്കണേ. ശിശിരെ, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ബില്ലൊന്ന് അടച്ചിട്ട് വരാം. ബില്ലൊക്കെ പിന്നെ അടയ്ക്കാം. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ ഇപ്പൊ വരാം. നീ എവിടെ പോന്നു? ഇപ്പൊ വരാന്ന് പറഞ്ഞില്ലേ? ഈ ഗൂഗിൾ ഇത് എവിടെ പോയി? അമ്മ ഗൂഗിളിനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയേ. എന്താ ചേച്ചി, കാറിന് സ്പീഡ് പോരാന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല. പക്ഷേ ഒരു ടെൻഷൻ. ഹോസ്പിറ്റലിൽ നിന്ന് അവളെ കണ്ടുപിടിക്കുന്നവരെ ഒരു സമാധാനവും ഇല്ല. അല്ല, സാർപ്പം തന്നെ സിറ്റി ഹോസ്പിറ്റലിൽ പോന്നെ? അവിടെ ആരെല്ലാം ഉണ്ടോ? ആരാ? അമ്മയാണോ അതോ വൈഫാണോ? ഭാര്യയാണോന്ന് ചോദിച്ചാ ഭാര്യ തന്നെ. അല്ല, സാറിന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചേ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അവക്കൊരു തലവേദന വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ഇറിറ്റേറ്റഡാ, പിന്നെ ഒരു ഡിപ്രഷൻ മൂഡാ. ഇത്തവണ ചെന്നപ്പോ അഡ്മിറ്റ് ആവണമെന്ന് ഡോക്ടർ പറഞ്ഞു. സാറിന്റെ ഭാര്യയുടെ അസുഖം പെട്ടെന്ന് മാറും. അത്രയ്ക്ക് നല്ല മനസ്സാ സാറിൻ്റെത്. താൻ പറഞ്ഞത് ശരിയാ. ഇപ്പോ നല്ല കുറവുണ്ട് അവക്ക്. ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നത്. എനിക്കും സാറിന്റെ ഭാര്യ ഒന്ന് കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാമല്ലോ. നമ്മളിപ്പോ ആ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നേ. അതുപോലെ സച്ചി ഇത്രയേറെ സ്നേഹിക്കുന്ന സച്ചിയുടെ ഭാര്യയെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആശുപത്രി ചെന്ന് ഞാൻ അവളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലുടനെ ഞാൻ അർച്ചനയുമായി സാറിന്റെ അരികിലേക്ക് വരും. എന്നെ രക്ഷിച്ചത് സാറാണെന്ന് എനിക്ക് അവളോട് പറഞ്ഞു കൊടുക്കണം. അല്ല, സത്യത്തില് ഈ അർച്ചനയെ സച്ചിക്ക് എങ്ങനെയാ നഷ്ടപ്പെട്ടത്? അതൊക്കെ വലിയൊരു കഥയാ സാറേ. നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക, പിന്നീട് അയാൾ നമ്മുടെ ജീവിതത്തിന്റെ മാത്രമല്ല കുടുംബത്തിന്റെ ആകെ എല്ലാമായി മാറുക. അങ്ങനൊരു അത്ഭുത പ്രതിഭാസമായിട്ടാ അർച്ചന എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അത് കൊള്ളാമല്ലോ. കേക്കട്ടെ. സത്യത്തില് അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ദൈവം തീരുമാനിച്ചത് ഞങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനാ. തന്നെ കല്യാണ മണ്ഡപത്തിൽ പ്രതീക്ഷിച്ചല്ല. മറ്റൊരു പെണ്ണിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവന് താലി കെട്ടാൻ വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുക്കാൻ എങ്ങനെ മനസ്സ് വന്നു തനിക്ക്? അച്ഛനു വേണ്ടി മാത്രം ഞാൻ ചെയ്ത പാതകം അധികം നാള് തനിക്കിവിടെ കഴിയേണ്ടി വരില്ല. അതിനു മുമ്പ് നമുക്ക് ഡിവോഴ്സ് വാങ്ങിക്കാം.
യാതൊരു കാരണവശാലും നിങ്ങളുടെ വിവാഹമോചനം ഉടനെ നടക്കില്ല. മാഡം എന്താ കാര്യം? ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13B പ്രകാരം നിങ്ങൾക്ക് മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടണമെങ്കിൽ കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും നിങ്ങൾ ഒന്നിച്ച് താമസിക്കണം. വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും നമ്മുടെ മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ അന്യരായ 2 വ്യക്തികളും. ദമ്പതികളായും അപരിചിതരായി അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞൂടെ? തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സച്ചിദാനന്ദൻ. ജീവിതകാലം മുഴുവൻ അർച്ചന കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. ആ ആഗ്രഹം സച്ചിദാനന്ദൻ ഉണ്ടായത് അർച്ചനയുടെ സ്നേഹം കൊണ്ട് തന്നെയാണ്. ഇവിടെ വെച്ച് ഒരു വാക്കുകൂടി ഞാൻ തരാം. അർച്ചനയല്ലാതെ മറ്റൊരു പെൺകുട്ടി സച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏത് സാഹചര്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. മരണമെന്ന വേർപിരിയിലല്ലാതെ ഞാൻ തന്നെ വിട്ടു പോവില്ല. I love you, Archana. I love you a lot. വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് വല്ലാത്തൊരു ലവ് സ്റ്റോറി ആണല്ലോ. അങ്ങനെ വെറുത്ത് ഒടുവില് അർച്ചനയെ ഞാൻ എന്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു. ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് തമ്മിൽ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞു. സാറ് പറഞ്ഞതുപോലെ ആ ലവ് സ്റ്റോറി ഒരു ട്രാജഡി സ്റ്റോറിയായി മാറി. ലക്ഷ്മി എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നതോടെയാ അത് സംഭവിച്ചത്. ലക്ഷ്മിക്ക് സത്യത്തിൽ എന്താ സംഭവിച്ചത്? ലക്ഷ്മിക്ക് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന ഹാർട്ട് കണ്ടീഷന്. മരണത്തിലേക്കുള്ള എന്റെ യാത്രയിൽ ഇടവേളയാണ് സച്ചിയേട്ടനൊത്തുള്ള ഈ കുറച്ച് സമയം. സച്ചിയേട്ടന്റെ നാവിൽ നിന്ന് ഞാനൊരു രോഗിയാണെന്ന് ഈ ലോകത്ത് മറ്റൊരാൾ പോലും അറിയരുത്. അർച്ചന പോലും. സത്യം അവളോട് തുറന്നു പറയണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷേ അതിന് കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ ബിസിനസ്സും സ്വത്തും എല്ലാം മറ്റൊരു ചതിയിലൂടെ ഞങ്ങൾക്ക് നഷ്ടമായി. ഈ കൊട്ടാരത്തിൽ നിന്ന് കുടിലേക്കെന്ന് പറയില്ലേ, അതുപോലെ ഒരു വാടക വീട്ടിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. എന്നിട്ടും ഞങ്ങൾ ആരും തളർന്നില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിനെ ആകെ കടപുഴക്കി എറിഞ്ഞത് അർച്ചനയുടെ ഇറങ്ങിപ്പോക്കായിരുന്നു.